നമസ്കാരം. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഞാൻ കുറേ ബുക്സുകൾ ഇങ്ങനെ വായിക്കാറുണ്ട്. അപ്പോൾ അത് വായിക്കുന്ന സമയത്തെല്ലാം ഞാൻ വിചാരിക്കും ചെറിയ ചെറിയ വീഡിയോസായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കണം. കാരണം ഇപ്പോഴത്തെ ഒരു സമയത്ത് ഡിപ്രഷനും ഉറക്കക്കുറവും അങ്ങനെ പലതരത്തിലുള്ള സ്ട്രെസ്സുകളാൽ ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ വിചാരിച്ചിരുന്നു ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി. ആക്ച്വലി നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കമ്പാരിസണാണ് നടക്കുന്നത്. നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ മറ്റുള്ളവർ എവിടെയെങ്കിലും പോയിട്ടൊരു സ്റ്റാറ്റസ് ഇടുന്നു, എന്നിട്ട് എന്താ വിചാരിക്കുക, അവർക്കതുണ്ട്, അല്ലെങ്കിൽ അവരവിടെ പോയി അവരുടെ കുടുംബം അത്ര ഹാപ്പിയാണ്, നമ്മൾക്ക് മാത്രം എന്താ ഇങ്ങനെ, നമ്മളുടെ കുടുംബം അത്ര ഹാപ്പിയല്ല, മീൻസ് അവർക്ക് കാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വലിയ വീടുണ്ട്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എത്ര ഉപകരണങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാം വാട്സപ്പ് സ്റ്റാറ്റസിൻ്റെ ഒരു കാലമാണ് കൂടുതലും. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും പോകുമ്പം അവരവരുടെ സന്തോഷത്തിന് വേണ്ടി ഒരു ഫോട്ടോ എടുത്തിടുന്നതാവാം, അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടുന്നതാവാം. പക്ഷെ പല ആൾക്കാരും അത് നെഗറ്റീവായിട്ടാണ് എടുക്കാറുള്ളത്. നമ്മളുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതം തമ്മിൽ ഒരു കമ്പയർ ചെയ്ത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കൊണ്ട്, നന്ദി പറയുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല ആൾക്കാരും വന്ന് പല സഹായങ്ങളും ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ഒരുപക്ഷെ പിന്നീടുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുടെ കാരണം നമുക്ക് പലപ്പോഴും പലരുമായിട്ട് മിണ്ടാതിരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി ഇവരോട് നേരിട്ട് സംസാരിച്ച് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമില്ല. കാരണം എല്ലാവരുടെയും മനസ്സ് ഒരുപോലെയല്ല. ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെയുള്ള കഴിവ് വ്യത്യാസപ്പെട്ടിരിക്കുന്ന മനുഷ്യരിൽ ഇവിടെ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ എന്ത് കാര്യവും നമ്മുടെ മെൻ്റൽ ഹെൽത്തുമായിട്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫാക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മളുടെ വയറിന് ഫുഡ് കൊടുക്കുന്നുണ്ട്, നമ്മൾ 3-4 നേരം കഴിക്കുന്നുണ്ട്, പുറത്ത് പോകുമ്പോൾ സ്നാക്സ് കഴിക്കുന്നു, വീട്ടിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഒരിക്കൽ പോലും ഒരാൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന് ഉള്ള ആഹാരം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ആക്ച്വലി മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ആഹാരമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അതും ഞാൻ ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡും യൂണിവേഴ്സൽ ലോസൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം മറ്റുള്ളവരാണെന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ട് കാര്യമില്ല. ആക്ച്വലി മാറേണ്ടത് നമ്മളാണ്. ഒരാളെ നേരെയാക്കി കൊണ്ടെടുക്കാൻ നമുക്കെപ്പോഴും കഴിഞ്ഞൊന്നും വരില്ല. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എപ്പോഴും നമ്മളുടെ ഫേവർ അനുസരിച്ച് മാറണം എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ മാറുന്നവരുണ്ടാവാം, ചില ആൾക്കാർ മാറില്ല. കാരണം ഓരോരുത്തരുടെ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളുമായിട്ടും ഒക്കെ റിലേറ്റഡ് ആണ് അവരുടെ മനസ്സ്. മറ്റുള്ളവർക്ക് എന്ത് വേദന നൽകുന്നു, അല്ലെ മറ്റുള്ളവരെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ടോ എന്നൊന്നും തിരിച്ചറിയാൻ പോലുള്ള കഴിവുകൾ ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല. ഇനി അവർ നന്നായിട്ട് നമ്മുടെ സന്തോഷം കൂട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ നടക്കില്ല. വർഷങ്ങളിങ്ങനെ പോയി ഒരുപാട് കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പം അയ്യോ, ഞാൻ എന്താ മാറാഞ്ഞേ, ഞാൻ അല്ലെങ്കിൽ എൻ്റെ മനസ്സ് കുറച്ച് സ്ട്രോങ് ആക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഇപ്പം ഇത്രയും അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ആയത് എൻ്റെ തന്നെ കുഴപ്പം കൊണ്ടാണ് എന്ന് ചിന്തിക്കാൻ നമുക്കൊരു പക്ഷേ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഞാനിത് പറയാൻ കാരണം എനിക്ക് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടാവാൻ ഇത്രയും വർഷങ്ങൾ വേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം എനിക്കിതിനെപ്പറ്റിയൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അത് ഞാൻ പറയുന്ന തെറ്റാണ്, ഞാൻ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു കണ്ടുപിടിക്കേണ്ടതായിരുന്നു എന്നതാണ് സത്യം. കാരണം മറ്റൊരാൾ പറഞ്ഞതൊന്ന് നമ്മളെ എപ്പോഴും നമ്മൾ ആ വഴിയിലേക്ക് വരാൻ വേണ്ടി അല്ല ശ്രമിക്കേണ്ടത്, നമ്മൾ തന്നെ അതിൻ്റെ സത്യങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകേണ്ടതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പറയാൻ കാരണം, ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ചെയ്തു തുടങ്ങിയോ, അതിപ്പോൾ എത്ര നാളെ നീണ്ടു നിൽക്കും അല്ലെങ്കിൽ എനിക്കങ്ങനെ കഴിയുമോ എന്നുള്ളതിലല്ല, അത് നമ്മളൊരു ആത്മവിശ്വാസമാണ് കഴിയുമെന്നുള്ളത്. ചിലപ്പം നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിച്ചാലും ചില സമയത്ത് നമ്മളുടെ കൈവിട്ട് പോകും. നമ്മൾ എത്ര ദേഷ്യപ്പെടലെന്ന് വിചാരിച്ചാലും ചില സമയം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പക്ഷേ വീണ്ടും നമ്മൾ ആ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. കാരണം എവിടെ കൈവിട്ട് പോകുന്നോ പെട്ടെന്ന് തന്നെ മനസ്സിനെ വീണ്ടെടുത്ത് ഞാൻ ചെയ്യുന്നത് എൻ്റെ ശരീരത്തിനോട് ചെയ്യുന്ന ഒരു തെറ്റാണ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനോട് ചെയ്യുന്നൊരു തെറ്റാണെന്ന് ഓർത്തുകൊണ്ട് പെട്ടെന്ന് അതിൽ നിന്ന് കയറുക എന്നുള്ളതാണ് അതിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ മാർഗം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് ചിലർക്ക് തോന്നാം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ നന്ദി പറയുക എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിനോടും ഈ പ്രപഞ്ചത്തിൽ നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾക്ക് ദിവസവും കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയും. ഒരുപക്ഷെ നമ്മൾ ഒരു നേരം ഫുഡ് കഴിക്കുന്ന നേരത്ത് ലോകത്ത് എത്രയോ പേര് ഒരു നേരത്തെ ഫുഡ് ഇല്ലാതെ വിഷമിക്കുന്നുണ്ടാവാം. നമ്മൾക്ക് മഴ ലഭിക്കുന്ന സമയത്ത് എത്രയോ പേർക്ക് മഴയില്ലാണ്ട് വിഷമിക്കുന്നുണ്ടാവാം. വെയിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന അവസ്ഥയൊക്കെ നമ്മളിപ്പോൾ പലപ്പോഴും കണ്ടല്ലോ, ഡൽഹിയിൽ വരെ.
അപ്പം നമ്മൾ കിട്ടുന്ന സാധനങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങിയാൽ ആക്ച്വലി നമ്മളിപ്പോൾ ആഗ്രഹിക്കുകയാണ്, നമ്മൾ അയ്യോ എൻ്റെ കയ്യിൽ കാറില്ല, അല്ലെ അവരുടെ ഇരിക്കുന്ന അത്രയുള്ള ആഡംബര കാറാണ്, എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻ കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളാണ് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന് മറ്റുള്ളവരോടുള്ള പക, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറി നമ്മൾ ആക്ച്വലി അത് മനസ്സിൽ കൊണ്ട് നടന്നത് ഒരു അസുഖമായിട്ട് മാറുകയാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാം. മറ്റുള്ളവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടേതല്ലാത്ത തെറ്റുകളാൽ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിന് സ്ട്രെസ് കൊടുക്കുന്നു. മനസ്സിന് താങ്ങുന്നതിനൊരു പരിധിയുണ്ട്. അത് കഴിയുമ്പോൾ അത് പല അസുഖങ്ങളായിട്ട് ശരീരത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെന്നും ഒരു രോഗിയായിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്നും നമ്മളിങ്ങനെ നമ്മൾ തന്നെ പറയുകയാണ്, നമുക്ക് മാത്രം ഇങ്ങനെ നമ്മൾ എത്ര നന്മ ചെയ്താലും ഒരു ഗുണവുമില്ല, നമ്മൾക്ക് മാത്രം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഓരോ കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് വണ്ടി ഓടിക്കുന്നു, ആക്സിഡൻ്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഉറക്കം കുറയുന്നു, അപ്പോൾ നമ്മൾ അത് ചിന്തിച്ചിട്ട് നമ്മൾക്ക് തലവേദന ഉണ്ടാകുന്നു. അങ്ങനെ പല അസുഖങ്ങൾ, ഡിപ്രഷന്, പിന്നെ OCD, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനെയും നമ്മൾ സ്നേഹിക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിനെയും ശരീരത്തിനെയും നമ്മൾ സ്നേഹിക്കണമെങ്കിൽ കിട്ടുന്ന കാര്യങ്ങളിൽ തൃപ്തി ഉണ്ടാവണം. ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിച്ചൊരു ജീവിതമാവില്ല നമ്മൾക്ക് കിട്ടിയത്, നമ്മൾ ആഗ്രഹിക്കുന്ന ചുറ്റുപാടുകളല്ല നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ കിട്ടാത്തതിനെ പറ്റി ഓർത്ത് ദുഃഖിക്കാതെ കിട്ടിയ സാധനങ്ങളെയൊക്കെ ഒരു നന്ദി പറയുകയാണെങ്കിൽ, പലപ്പോഴും ജീവിതത്തിൽ പല ആൾക്കാരും നമുക്ക് കടന്നു വരും. പലരും നല്ല നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. ജീവിതത്തിൽ പിന്നീട് അവർ നമുക്ക് മറക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ പലപ്പോഴും മിണ്ടാണ്ടിരിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവാം. പക്ഷേ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് വഴി നമുക്ക് തന്നെ ഒരു സന്തോഷം, അല്ലെങ്കിൽ അതിനുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആ ഹോർമോൺസ് നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ പല അസുഖങ്ങളും മാറുകയാണ്. നമ്മളിപ്പോൾ തന്നെ നമ്മൾക്ക് ഇന്നതൊക്കെ നമ്മൾ എഴുതി നോക്കുമ്പോൾ നമ്മൾക്ക് കിട്ടിയതാണ് കൂടുതൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളാണ് കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന സാധനങ്ങളാണ് കൂടുതൽ. കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളൊരു പക്ഷേ നമ്മൾക്ക് സ്വന്തം വീടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് സ്വന്തമായിട്ടൊരു കാറുണ്ടാവില്ല, സ്വന്തമായി വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെ ഒരുപാട് കുറവുകളുണ്ടാവും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളിതൊക്കെ അനുഭവിക്കുന്ന സമയത്തും മഴയത്ത് കിടക്കുന്ന ആൾക്കാരുണ്ട്, ഒരു കൂര പോലും ഇല്ലാതെ നനഞ്ഞു കിടക്കുന്ന ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. റോഡ് സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ കിടക്കുന്നത്, വെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഒരുപാട് മോശം സാഹചര്യങ്ങൾ, അസുഖത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അസുഖം പിടിച്ച് കിടപ്പിലാവാണ്ടിരിക്കാനും നമ്മുടെ ശരീരത്തെ സ്നേഹിക്കാനും മനസ്സിനെ സ്നേഹിക്കാനും ഒക്കെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ ഇതെന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അതിന് വേണ്ട വഴികൾ ആലോചിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങുമ്പോൾ കുറേയൊക്കെ നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ പോലെയുള്ള ഹോർമോൺസ് നമ്മുടെ ഹൈപ്പോതലാമസിലാണ് കൂടുതലും പ്രവർത്തനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുക. അപ്പോൾ അതുവഴി നമുക്ക് ഹാപ്പി ഹോർമോൺസ്, അതായത് നമ്മുടെ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുകയും, അതല്ല നമ്മൾ ഈ ഒരുപാട് പകയും ദേഷ്യവും മറ്റുള്ളവരെ പറ്റി കൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, അതായത് എന്താ പറയുക, ഉറക്കക്കുറവ്, ഡിപ്രഷൻ, OCD പോലുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടാവുക. ഇവിടെ നമ്മൾക്ക് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന സന്തോഷമാണ്. ആ സന്തോഷം നമ്മുടെ ശരീരത്തിലുള്ള പല രോഗങ്ങളെയും മാറ്റും, നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യം കൂട്ടും, സെൽഫ് എസ്റ്റീം, ആത്മവിശ്വാസം കൂട്ടും. അതുമൂലം നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾക്ക് ഒരാളോടുള്ള പക കൊണ്ട് അവരെ കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അവരെ കാണുമ്പോൾ എന്തോ അവരോട് പെട്ടെന്ന് നമ്മൾക്ക് നമ്മുടെ ശരീരം അപ്പോഴത്തേക്ക് സ്ട്രെസ്സിലാവണം. നമ്മുടെ കോശങ്ങൾ എല്ലാം വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. ആ സ്ഥലത്ത് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് അവരറിയുന്നില്ലല്ലോ. നമ്മൾക്ക് എഴുതുന്നതിനോ പറയുന്നതിനോ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. നമ്മളങ്ങനെ അതുവഴി ആ പക ഒഴിവാക്കുകയും നമുക്ക് നല്ല ആരോഗ്യം കീപ്പ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. കൂടുതൽ പേർക്കും ലോ ഓഫ് അട്രാക്ഷൻ മാത്രമേ അറിയുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ലോസ് ഉണ്ട്. അതിൽ നമ്മൾ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് ഉണ്ട്. കാര്യകാരണ സിദ്ധാന്തം, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും, നമ്മൾക്ക് വരുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യുന്നതിൻ്റെ ഫലം നമ്മൾക്ക് ഏതെങ്കിലും രൂപത്തിൽ നാളെ കിട്ടുമെന്നുള്ളത്. അപ്പം നമ്മൾ പറയുന്ന വാക്കുകൾ, പ്രവൃത്തികൾ ഒക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വേറൊരു രൂപത്തിൽ തന്നെ തിരിച്ചു കിട്ടും. എറിയുന്ന കല്ല് തിരിച്ച് നമ്മൾ മലന്ന് കിടന്ന ഒരു കല്ലെറിഞ്ഞാൽ അത് നമ്മുടെ ദേഹത്ത് തന്നെയാണ് പതിക്കുക. അപ്പോൾ കഴിവതും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി, ഇപ്പോൾ മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾക്കൊരു വിശ്വാസം വേണം. ആ വിശ്വാസത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ചിലർ ചിന്തിക്കാം, ചിലർക്ക് അതിലൊക്കെ തമാശയായിട്ട് തോന്നാം, ഇതിൽ കാര്യമില്ല, അങ്ങനെയുള്ളവർ ഇതൊന്നും ചെയ്യാൻ പോകണ്ട.
ആർക്കെങ്കിലുമൊക്കെ ജീവിതം വഴിമുട്ടി നിന്നിട്ട് എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് ഉറക്കമില്ല, എനിക്ക് ഡിപ്രഷനാണ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഇതുപോലെയുള്ള പരിശീലന രീതികൾ ചെയ്തിട്ട് അവർ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അവരെ ഉദ്ദേശിച്ചാണ്. മറ്റുള്ളവർക്ക് ചിലർക്ക് ഇതിൻ്റെ ഒന്നും വില അറിയണമെന്നില്ല, കാരണം അവർക്കെല്ലാം കിട്ടുന്നുണ്ടാവാം ലോകത്ത്. ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ഏറ്റവും നല്ല സമയം രാവിലെ നമ്മൾ കിടക്കയിൽ നിന്ന് എണീക്കുന്ന സമയം. ആ സമയത്ത് കിടന്നുകൊണ്ട് വേണമെങ്കിലും കേൾക്കാം, പിന്നെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പും. ഈ 2 സമയം പറയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല ഹോർമോൺസ്, ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് പറ്റിയില്ലെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തോ ഒക്കെ നമുക്ക് കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യാവുന്ന, നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കാവുന്ന, നല്ല നമുക്ക് എഴുതാവുന്ന കാര്യങ്ങളാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് സമയം കാലമൊന്നുമില്ല. പിന്നെ ഈ 2 ടൈം വളരെ നല്ലതായിരിക്കും. പറയാനാണെങ്കിൽ ഒരുപാട് പറഞ്ഞാലും തീരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് അഫർമേഷൻസ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനു മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ ഇതിനെപ്പറ്റി പറയുന്നത്. ചിലർക്കെങ്കിലും പ്രയോജനപ്പെട്ടേക്കാം. അപ്പോൾ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന്. നന്ദി.